ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല എങ്കിൽ കൂടി ഞാൻ പുതിയ കുറച്ച് തീരുമാനങ്ങൾ എടുത്ത ദിവസമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഗായ്സ്. രാവിലെ കുറച്ച് നേരത്തെ നീക്കുക, വർക്കൗട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക, പഴയ പോലെ ഡാൻസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. രാവിലെ നീച്ച ആദ്യം കാണുന്ന ഒരുത്തൻ ഇവനാണ്. ഇവനില്ലാതെ എനിക്കിപ്പോൾ ഒരു ജീവിതം ഇല്ല ഗായ്സ്. ആദ്യം തന്നെ ഇവനൊന്ന് നോക്കൂട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അതിനുശേഷം കാലിടലാണ് ഫസ്റ്റ് ടാസ്ക്. ആദ്യം എനിക്കതൊരു വലിയ ടാസ്ക് ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏകദേശം 3 കൊല്ലത്തോളമായില്ല ഗായ്സ്, എനിക്കതിപ്പോൾ പ്രാക്ടീസായി. ഞാൻ ആദ്യം ഈ ഇതില്ലേ ലൈനർ അത് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സോക്സ് ഞാൻ ഇപ്പോൾ ഇടാൻ തുടങ്ങിയതാണ്. കാരണം എൻ്റെ ഈ കപ്പ് കണ്ടോ, ഈ വൈറ്റ് സാധനം, അതും കാലമായിട്ട് ഭയങ്കര ഡിസ്റ്റൻസായി, ഭയങ്കര ലൂസായി. പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് ഭയങ്കര ലൂസായി. അതിന് ശേഷമാണ് ഈ സോക്സ് ഇടാൻ തുടങ്ങിയത്. ആദ്യം ഒരു സോക്സ് ആയിരുന്നു, ഇപ്പോൾ 5 സോക്സ് ആയി ലൂസായതിനു ശേഷം. അതിനുശേഷം എന്നും പതിവ് പോലെ പല്ല് തേക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് കേട്ടോ. മുകളിൽ കയറാൻ കുറച്ച് ടാസ്ക്കാണ്, ചെറിയ സ്റ്റെപ്പായ കാരണം കാല് വെക്കാൻ ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ അത് കാരണമാണ്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് ഗായ്സ് എനിക്ക് പഴയ ഒരു ഓർമ്മ വന്നു. ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് വാമപ്പും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർമ്മ വന്നു. അതൊക്കെ ചെറുതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഏറ്റവും എൻ്റെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ലെഗ് ഉണ്ടോ, ഇതിൽ കുറച്ച് നേരം നിൽക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ആക്കിയെടുക്കും. കാരണം ആ ലെഗിൽ മസിൽസിൻ്റെ മസിൽ കുറവാണ്. സംഭവം വെച്ച് കഴിഞ്ഞാൽ അതാണ് നിൽക്കാൻ പറ്റാത്തത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമല്ലേ എന്നുള്ളത്, ഈ നടത്തൊക്കെ. കാരണം എൻ്റെ കാല് ഏകദേശം ഒരു 1.5 കിലോൻ്റെ മുകളിലുണ്ട്. അത് വെച്ച് ഇങ്ങനെ കാല് പൊക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഒരു അമ്മിക്കുഴ കെട്ടിയൊരു ഫീലാണ് ആദ്യം എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ആദ്യത്തെ പോലെ തന്നെ ശീലമായി. പിന്നെ 2 പുഷപ്പും 2 പുള്ളപ്പും ഒരു 10-30 പുഷപ്പ് എടുക്കുന്ന സമയത്താണ് കഴിച്ചത് എനിക്ക് ഓർമ്മ. എൻ്റെ വിരൽ, ആ കാലത്തെ വിരൽ മടങ്ങില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഊരി വെച്ചു. പിന്നെ വിട്ടിട്ട് ആദ്യം ഒരു 10 എടുക്കും, പിന്നെ 10 അങ്ങനെ ശേഷം 30 ഞാൻ എടുത്ത് കായ്സ് ഇങ്ങനെ വെക്കുക, പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് ചെക്കൻ വന്നത്. ചെക്കൻ ഈ കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ക്യാച്ച് ചെയ്തിട്ട് ചെയ്യാം. അത് തന്നെ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ 1 ലെഗിൽ നിൽക്കാൻ നോക്കിയത് അതേപോലെ അവൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് അങ്ങനത്തെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേർത്ത് കുടിച്ചു, അത്യാവശ്യം വേർത്തിട്ടുണ്ട്. അത് മതി ഇന്നത്തേക്ക്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ദോശ, ചട്നി, ചമ്മന്തി, അതായിരുന്നു ഇന്നത്തെ. പിന്നെ ചെക്കന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവൻ ചെറിയൊരു ടെമ്പറേച്ചറും കാര്യങ്ങളും അവതരണം പോയിട്ടില്ല. പെണ്ണിതാ വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് അതുപോലെ വെള്ളം കാണിക്കാതെ ഒരു ഷോഫ് കാണിച്ചാണ്. കുറച്ച് വായന്ന് തെറിച്ചു പോയി ഗായ്സ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുളിക്കാൻ കയറി കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ എണ്ണ തേക്കുക എനിക്ക് നിർബന്ധമാണ്. കുളിക്കുകയാണെങ്കിൽ എണ്ണ തേക്കും, കുളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എണ്ണയും തേക്കില്ല. അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം വെട്ടിയിട്ട് നോർമൽ എക്സിക്യൂട്ടീവ് ലുക്കിൽ നടക്കുന്നു എന്ന് മാത്രം. പിന്നെ കാല് ഊരി വയ്ക്കാൻ സിമ്പിളാണ് കേട്ടോ ഗായ്സ്. 1-2 സെക്കൻഡ് കൊണ്ട് കാല് ഊരി വയ്ക്കുന്ന പരിപാടി കഴിയും. പിന്നെ കുളിക്കാൻ കുളിക്കുന്നത് ഞാൻ കാല് ഊരി വെച്ചിട്ടാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ഒന്നല്ല. അവിടെ ഇരിക്കുന്ന ഒരു ചെയർ ഉണ്ടോ ഗായ്സ്, ഞാൻ അതിൽ ഇരുന്നിട്ടാട്ടോ കുളിക്കാറ്. നിന്നിട്ട് കുളിക്കാൻ വയ്ക്കാത്ത കാരണമല്ല, സോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാലിൽ നിന്നിട്ട് വഴിക്ക് വീഴുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്ത വീഡിയോ നാളെ കാണാം കേട്ടോ.